സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. നാഷണൽ അക്കാഡമി ഇന്ന് നടത്തുന്ന എക്സാം ഓറിയന്റഡ് ലൈവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കെമിസ്ട്രിയുടെ ലൈവ് സെക്ഷൻ ആണ്. കെമിസ്ട്രിയിലെ കുറച്ച് ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് മുഖവരയില്ലാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ എത്രാമത്തെ ചാപ്റ്റർ ആണ്? 7th ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ദ സൊല്യൂഷൻസ്. സൊല്യൂഷൻസ് എന്ന ചാപ്റ്റർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഒരു സൊല്യൂട്ടും സോൾവെന്റും കൂടി ചേർന്ന ഒന്നിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെ? സൊല്യൂഷൻ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. മൊളാരിറ്റി, മൊളാലിറ്റി, നോർമാലിറ്റി, അതുപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ, ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് പഠിച്ചിട്ടുണ്ട്, അല്ലെ? ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസ്, ഗ്യാസസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസ് ആൻഡ് സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസ്, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് സൊല്യൂഷൻസും അതിന്റെ എക്സാമ്പിൾസും പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ റൗട്ട്സ് ലോ എന്ന് പറയുന്ന ഒരു ലോ പഠിച്ചിട്ടുണ്ട്, അല്ലെ? എന്താണ് റൗട്ട്സ് ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഫോർ എ സൊല്യൂഷൻ ഓഫ് എ വോളട്ടൈൽ ലിക്വിഡ്, the partial vapor pressure of each liquid in the solution is directly proportional to its mole fraction, അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു? റൗട്ട്സ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിന് ഐഡിയൽ സൊല്യൂഷൻസ് എന്നും അത് ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസിന് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്നും പറഞ്ഞു. പിന്നെ ഒരു സൊല്യൂഷന്റെ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന അതിന്റെ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആൻഡ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഇത്രയും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. ദെൻ അബ്നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അല്ലെ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ അബ്നോർമാലിറ്റീസ് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ അബ്നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അത് എന്താ പറയാ, കറക്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഫാക്ടർ ആണ് വൺ ഹോഫ് ഫാക്ടർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മളൊന്ന് സ്പീഡ് അപ്പ് ആയിട്ട് പറഞ്ഞു പോയിരുന്നു. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ഈസ്. എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. മൊളാലിറ്റി, മൊളാരിറ്റി, നോർമാലിറ്റി ഒക്കെ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ആണ്. Therefore all of the above ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, find out the molarity of the solution which contain 32 gram of methyl alcohol in 200 ml of solution. ഓക്കെ, ഒരു ന്യൂമറിക്കൽ ആണ്, അല്ലെ? ഒരു പ്രോബ്ലം ആണ് ചോദിച്ചിട്ടുള്ളത്. മൊളാരിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മാസ് ഓഫ് ദ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ഏതാണ് സൊല്യൂഷൻ? മീഥൈൽ ആൽക്കഹോൾ CH3OH ആണ്. 200 ml സൊല്യൂഷനിലാണ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ മൊളാരിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എന്താണ് മൊളാരിറ്റിയുടെ ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ആണ് നമ്മുടെ മൊളാരിറ്റിയുടെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യാ, നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ടെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മാസ് തന്നിട്ടുണ്ട്. 32 gram ആണെന്ന് തന്നിട്ടുണ്ട്. ഏത് സൊല്യൂഷൻ ആണ്? മീഥൈൽ ആൽക്കഹോൾ ആണ്. അപ്പോൾ അതിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കണ്ടേ? മോളാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വൽ എലമെന്റിന്റെയും അല്ലെങ്കിൽ ആറ്റത്തിന്റെയും മാസ് ആഡ് ചെയ്താൽ മതി, അല്ലെ? അപ്പൊ കാർബൺ CH3OH ഫസ്റ്റ് കാർബൺ 12, ഹൈഡ്രജൻ 3 ഉണ്ട്. Therefore 1 into 3, ഓക്സിജൻ 1, 16, ഒരു ഹൈഡ്രജൻ 1. ടോട്ടൽ 32 gram per mole ആണ് മോളാർ മാസ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്പർ ഓഫ് മോൾസ് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂട്ടെ. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ബൈ മോളാർ മാസ്. മാസ് 32 gram ആണ്, മോളാർ മാസ് 32 ആണ്. Therefore 1 mole ആണ് നമ്പർ ഓഫ് മോൾസ് വരുന്നത്. ദെൻ നോർമാലിറ്റി, വോളിയം ഓഫ് ദ സൊല്യൂഷൻ 200 ml ആണ്. അതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 200 divided by 1000, അല്ലെ, ഇസ് ഈക്വൽ ടു 0.2 ലിറ്റർ എന്ന് കിട്ടി. ഇനി നമ്മൾ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. നമ്പർ ഓഫ് മോൾസ് എത്രയാ? 1 mole ആണ്. വോളിയം ഓഫ് സൊല്യൂഷന് 0.2 ലിറ്റർ ആണ്. Therefore 1 divided by 0.2 ഈസ് ഈക്വൽ ടു 5 molar ആണ് നമ്മുടെ മൊളാരിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ പ്രോബ്ലം. തേർഡ് ക്വസ്റ്റ്യൻ, state the Henry's law and list the condition necessary for the validity of Henry's law. എന്താണ് ഹെൻറീസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൻറീസ് ലോയുടെ വാലിഡിറ്റിക്ക് നെസസറി ആയിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഹെൻറീസ് ലോ പറയുന്നത്? The mass of the gas dissolved in the solvent is directly proportional to its partial pressure.
എന്താണ്? ദ മാസ് ഓഫ് ദ ഗ്യാസ്, ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്ത ഗ്യാസിന്റെ മാസ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? പാർഷ്യൽ പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് ഹെൻറീസ് ലോ പറയുന്നത്. അതിന്റെ നെസസിറ്റിക്ക് ആവശ്യമായുള്ള കണ്ടീഷൻ, ദ പ്രഷർ ഷുഡ് നോട്ട് ടു ബി ഹൈ, പ്രഷർ ഒത്തിരി കൂടാൻ പാടില്ല. ടെമ്പറേച്ചർ ഷുഡ് നോട്ട് ടു ബി ടു ലോ, ടെമ്പറേച്ചർ ഒത്തിരി കുറയാൻ പാടില്ല. ദ ഗ്യാസ് ഷുഡ് നോട്ട് അസോസിയേറ്റ് ഓർ ഡിസോസിയേറ്റ്, ഗ്യാസ് ഒരിക്കലും അസോസിയേറ്റ് ചെയ്യാനോ ഡിസോസിയേറ്റ് ചെയ്യാനോ പാടില്ല. ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഹെൻറീസ് ലോ വാലിഡ് ആയിരിക്കത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ദ റൗട്ട്സ് ലോ. റൗട്ട്സ് ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. റൗട്ട്സ് ലോ എന്താ പറയുന്നത്? It states that for a solution of a volatile liquid, ഒരു volatile liquidന്റെ സൊല്യൂഷന് the partial vapor pressure of each liquid, ആ സൊല്യൂഷനകത്തുള്ള ഓരോ ലിക്വിഡിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ, അതിന്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് റൗട്ട്സ് ലോ പറയുന്നത്. റൗട്ട്സ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിന് ഐഡിയൽ സൊല്യൂഷൻസ് എന്നും ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസിന് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ദ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ലിസ്റ്റ് 2 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഒരു സൊല്യൂഷൻസിന്റെ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, ആ സോൾവെന്റിന്റെയോ സൊല്യൂട്ടിന്റെയോ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് മെയിൻലി 4 എണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയാണ്? relative lowering of vapor pressure, elevation in boiling point, depression in freezing point and osmotic pressure. ഇത് 4മാണ് നമ്മുടെ എന്ത് ഡിഫറെന്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6th ക്വസ്റ്റ്യൻ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. A 0.5% aqueous solution of potassium chloride was found to freeze at 272.76 Kelvin. ഒരു 0.5% aqueous solution of potassium chloride എന്ത് ചെയ്തിട്ടുണ്ട്? 272.76 കെൽവിനിൽ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാൽക്കുലേറ്റ് ദ വൺ ഹോഫ് ഫാക്ടർ. വൺ ഹോഫ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കൂടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ദ സൊല്യൂട്ടും കണ്ടുപിടിക്കണം. അറ്റ് ദ കോൺസെൻട്രേഷൻ, ആ കോൺസെൻട്രേഷനിലുള്ള ഡിഗ്രി ഓഫ് ഡിസോസിയേറ്റ് ഓഫ് ദ സൊല്യൂട്ടും നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ വാട്ടറിന്റെ കെഎഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. കെഎഫിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 1.86 കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് വൺ ഹോഫ് ഫാക്ടറും ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൺ ഹോഫ് ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പം വൺ ഹോഫ് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്ന നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. വൺ ഹോഫ് ഫാക്ടർ ഇസ് ഈക്വൽ ടു നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സർവ്ഡ് മോളാർ മാസ് ആണ്. എന്താണ്? നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സർവ്ഡ് മോളാർ മാസ് ആണ്. അപ്പൊ നമുക്ക് ഒബ്സർവ്ഡ് മോളാർ മാസ് നമുക്ക് അറിയത്തില്ല, നോർമൽ മോളാർ മാസ് നമുക്കറിയാം അല്ലെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒബ്സർവ്ഡ് മോളാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റിന്റെ ഇക്വേഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ കെ ഇൻറ്റു അതായത് ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എൻ ബി ഇൻറ്റു എം എ ബൈ ഡബ്ല്യു എ ആണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നേക്കുന്നത് കെ സി എൽ ആണ്. കെ സി എല്ലിന്റെ നോർമൽ മോളാർ മാസ് നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. പൊട്ടാസ്യത്തിന്റെയും ക്ലോറിന്റെയും കൂടെ മാസ്, അതായത് മോളാർ മാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നോർമൽ മോളാർ മാസ് കിട്ടും. ഇനി ഒബ്സർവ്ഡ് മോളാർ മാസ് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ഒബ്സർവ്ഡ് മോളാർ മാസ്. അപ്പൊ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ഡെൽറ്റ ടി എഫ് താഴോട്ട് വരും. ഓക്കെ, അപ്പൊ ഒബ്സർവ്ഡ് മോളാർ മാസ് ഈക്വൽ ടു കെയുടെ വാല്യൂ 1000 ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു കെ എഫ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എഫ് ഇൻറ്റു ഡബ്ല്യു എ എന്ന് കിട്ടി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. 1000 കെയുടെ വാല്യൂ അറിയാം, ഡബ്ല്യു ബിയുടെ വാല്യൂ നമുക്ക് 0.5 ആണ്. അതുപോലെ തന്നെ കെ എഫിന്റെ വാല്യൂ 1.86 ആണ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എഫ് 0.24 ആണ് ഇൻറ്റു ഡബ്ല്യു എ എന്ന് പറയുന്നത് 100 ആണ്. ക്വസ്റ്റനിൽ തന്ന കാര്യങ്ങളാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ് കിട്ടി. അപ്പൊ ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസും കിട്ടി, നോർമൽ മോളാർ മാസും കിട്ടി. therefore വൺ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത് നോർമൽ മോളാർ മാസ് ബൈ ഒബ്സർവ്ഡ് മോളാർ മാസ് ആണ്. ദാറ്റ് ഈസ് നോർമൽ മോളാർ മാസ് 74.5 ആണ്, ഒബ്സർവ്ഡ് മോളാർ മാസ് 38.75 ആണ്. അപ്പൊ വൺ ഹോഫ് ഫാക്ടർ 1.92 ആണെന്ന് കിട്ടി. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. പൊട്ടാസ്യം ക്ലോറൈഡ് അക്വസ് സൊല്യൂഷനിൽ ഡിസോസിയേറ്റ് ചെയ്തിട്ട് കെ പ്ലസും സി എൽ മൈനസും ആയിട്ടാണ് മാറുന്നത് അല്ലെ. അപ്പൊ നമ്മള് എക്സ് ആണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് കെ സി എൽ എന്ന് അസ്യൂം ചെയ്യാം.
അപ്പൊ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് KCl ലെഫ്റ്റ് അൺഡിസോസിയേറ്റ് ചെയ്യുന്ന KCl എന്ന് പറയുന്നത് 1 - x ആയിരിക്കും. കാരണം ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ x ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അൺഡിസോസിയേറ്റ് ആയിട്ട് 1 - x മോൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി കെയുടെ നമ്പർ ഓഫ് മോൾസ് x മോൾ ആണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് Cl x മോൾ ആണ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പം 1 - x പ്ലസ് x പ്ലസ് x is equal to 1 plus x എന്ന് കിട്ടി. ഓക്കെ, അതായത് -x ഉം +x ക്യാൻസൽ ആയി പോയി, ബാക്കി 1 plus x. 1/2 ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, എന്താണ് 1/2 ഫാക്ടർ? നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ്. therefore 1 plus x ഡിവൈഡഡ് ബൈ 1 കിട്ടി is equal to 1.92 നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ എക്സിന്റെ വാല്യൂ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാലോ അല്ലെ. 1.92 - 1 is equal to 0.92 എന്ന് കിട്ടി. അപ്പൊ 0.92 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 92% അല്ലെ, പെർസെന്റേജിൽ പറയുമ്പോൾ. അപ്പൊ 92% ആണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യനും ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ആൻ അക്വസ് സൊല്യൂഷൻ, ഒരു അക്വസ് സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് എ protein containing 0.63 gram of protein in 100 gram of water at 300 Kelvin was found to be 2.6 into 10 raised to -3 atm atmospheric pressure. Calculate the molar mass of the protein. molar mass of the protein ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? അക്വസ് സൊല്യൂഷൻ ഓഫ് പ്രോട്ടീന്റെ ഓസ്മോട്ടിക് പ്രഷർ 0.63, അതായത് ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ 2.6 into 10 raised to -3 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതിന്റെ മാസ് 0.63 gram പ്രോട്ടീന് 100 gram ഓഫ് വാട്ടർ ആണ് ആ പ്രോട്ടീന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. മോളാർ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദ സൊല്യൂഷന്റെ ഇക്വേഷൻ നമുക്കറിയാം, πV is equal to W divided by M solute into RT ആണ്. അപ്പൊ ഇവിടെ M സൊല്യൂട്ടിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? W by πV into RT എന്ന് എഴുതാം. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് അത് തന്നെ, മോളാർ മാസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഡബ്ല്യൂയുടെ വാല്യൂ 0.63 gram ആണ്. ഓക്കെ, RT 0.082 ആണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ 300 Kelvin ആണ്. അതുപോലെ പൈയുടെ വാല്യൂ ദെൻ വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 2.6 into 10 raised to -3 ആണ്. അതുപോലെ തന്നെ 0.100 ലിറ്റർ ആണ് നമ്മുടെ അതിന്റെ ഇത് തന്നിട്ടുള്ളത്, നമുക്ക് വോളിയം തന്നിട്ടുള്ളത്. അപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് M സൊല്യൂട്ടിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു സിറ്റുവേഷൻ തന്ന ഓസ്മോട്ടിക് പ്രഷറിന്റെ കണ്ടീഷൻ ആണ് അല്ലെ. അപ്പൊ ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് മോളാർ മാസ് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാ ഡാറ്റാസും ഗിവൺ ആണ്, ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് കെമിക്കൽ തെർമോഡൈനാമിക്സ്, 9th ചാപ്റ്റർ ആണ് കെമിക്കൽ തെർമോഡൈനാമിക്സ്. കെമിക്കൽ തെർമോഡൈനാമിക്സ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്സ് അല്ലെ. നമ്മൾ ഒരു സ്റ്റഡിക്ക് വേണ്ടി എടുക്കുന്ന പാർട്ട് ഓഫ് യൂണിവേഴ്സിനെ സിസ്റ്റം എന്നും അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളെ നമ്മൾ സറൗണ്ടിങ്സ് എന്നാണ് പറയുന്നത്. ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്, ഓപ്പൺ സിസ്റ്റം ഉണ്ട്, അതുപോലെ ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്. പിന്നെ സ്റ്റേറ്റ് ഫങ്ഷൻസ് അല്ലെ, സ്റ്റേറ്റ് ഓഫ് സിസ്റ്റത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസും ഉണ്ട്, അതുപോലെ തന്നെ ഇന്റൻസീവ് പ്രോപ്പർട്ടീസും ഉണ്ട്. പിന്നെ അതുപോലെ പ്രോസസ്സ്, തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സിന്റെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ആകുമ്പോഴാണ് നമ്മളോട് പ്രോസസ് എക്സിക്യൂട്ട് ചെയ്തു എന്ന് പറയുന്നത്. ഐസോതെർമൽ പ്രോസസ്സുകൾ ഉണ്ട്, അഡയാബാറ്റിക് പ്രോസസ് ഉണ്ട്, റിവേഴ്സിബിൾ പ്രോസസ് ഉണ്ട്, ഇറിവേഴ്സിബിൾ പ്രോസസ് ഉണ്ട്, എക്സോതെർമിക് ഉണ്ട്, അതുപോലെ തന്നെ എൻഡോതെർമിക് ഉണ്ട്. ഇത്രയും പ്രോസസ്സുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ദെൻ ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലെ, ഫസ്റ്റ് ലോ, അതുപോലെ തന്നെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ദെൻ ബോണ്ട് എൻതാൽപ്പി എന്താണെന്ന് നോക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫാൾസ്? നമുക്ക് തന്നേക്കുന്നതിൽ ഫാൾസ് ആയിട്ടുള്ളത് ഏതാണ്? നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, the reaction H2 plus Cl2 gives 2 HCl plus 185 kilojoule is endothermic reaction. ശരിയാണോ? എൻഡോതെർമിക് റിയാക്ഷൻ ആണെന്നാണ് പറഞ്ഞത്. അല്ല, അവിടെ ഹീറ്റിന്റെ എവല്യൂഷൻ നടന്നിട്ടുണ്ട്. therefore is a type of exothermic reaction ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്.
രണ്ടാമത്തത് എൻതാൽപി ചേഞ്ച് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. എൻതാൽപി ചേഞ്ച് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻതാൽപി ചേഞ്ച് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, ശരിയാണ് അല്ലെ? സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് കണ്ടീഷൻ ഫോർ എ ഗ്യാസസ് സിസ്റ്റം. ഒരു ഗ്യാസസ് സിസ്റ്റത്തിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് കണ്ടീഷൻ 1 bar പ്രഷറും സ്പെസിഫൈഡ് ടെമ്പറേച്ചറും ആണെന്നുള്ളത് കറക്റ്റ് ആണ് അല്ലെ? സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് 1 bar പ്രഷർ അറ്റ് ഗിവൺ ടെമ്പറേച്ചർ ആണ്. ക്ലിയർ ആയല്ലോ? ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ മാത്രമാണ് ഫാൾസ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following will increase the internal energy of the system? ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, ഹീറ്റ് ഗിവൺ ബൈ ദ സിസ്റ്റം, ബോത്ത് എ, ബി ആൻഡ് സി. എന്താണ് ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, ഹീറ്റ് ഗിവൺ ബൈ ദ സിസ്റ്റം ഒക്കെ എന്ത് അതിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് വരുത്തുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. അപ്പൊ എല്ലാ ഓപ്ഷൻസും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ദെർഫോർ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബോത്ത് എ, ബി ആൻഡ് സി ആയിരിക്കും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു. ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം കോൺസ്റ്റന്റ് പ്രഷറിൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി ആയിരിക്കും. എന്താണ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി ആണ്. റിലേഷൻഷിപ്പ് കിട്ടി. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു യു പ്ലസ് ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി. കൂടാതെ തന്നെ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ഇൻറ്റു ആർ ടി. നോട്ട് ചെയ്ത് വെക്കുക, ഇക്വേഷൻ രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഡെൽറ്റ എൻ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് റിയാക്ടന്റ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. For the reaction at 298 Kelvin, 298 Kelvinൽ നടന്നൊരു റിയാക്ഷൻ ആണ്. ഹാഫ് N2 പ്ലസ് 3/2 H2 gives NH3. അവിടെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ -46 കിലോ ജൂൾ ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ എൻ ജി? ഡെൽറ്റ എൻ ജിയുടെ വാല്യൂ എന്താണ്? കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ യു അറ്റ് 298 Kelvin. 298 Kelvinൽ ഡെൽറ്റ ചേഞ്ചിങ് ഇന്റേണൽ എനർജിയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞൊരു കാര്യമാണ് അല്ലെ? എന്താണ് ഗ്യാസസ് പ്രൊഡക്റ്റിന്റെയും ഗ്യാസസ് റിയാക്ടന്റെയും നമ്പർ ഓഫ് മോൾസിന്റെ ഡിഫറൻസ് ആണ് ഡെൽറ്റ എൻ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് ഏതൊക്കെയാണ്? 1/2 പ്ലസ് 3/2 ആണ് അല്ലെ? അതിൽ നിന്ന് എന്ത് കുറച്ചതാണ്? നമ്മുടെ റിയാക്ടന്റിന്റെ വാല്യൂ പ്രൊഡക്റ്റിന്റെ വാല്യൂ മൈനസ് ചെയ്തതാണ്. അപ്പം പ്രൊഡക്റ്റ് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1 ആണ്. 1 മൈനസ് 1/2 മൈനസ് 3/2 ആണ് ഡെൽറ്റ എൻ ജി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു -1 കിട്ടി. ഇനി ഡെൽറ്റ യുടെ വാല്യൂ ആണ്. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ഇൻറ്റു ആർ ടി ആണ് നമുക്കറിയാം. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ -46 കിലോ ജൂൾ ആണ്. ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 46 × 1000 അല്ലെ? 46,000 മൈനസ് ഡെൽറ്റ എന്നിന്റെ വാല്യൂ -1 ആണ്. അപ്പൊ -1 ഇൻറ്റു ആർ 8.314 ആണ്. അതുപോലെ തന്നെ ടിയുടെ വാല്യൂ 298 കെൽവിൻ ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആൻസർ 43.5 കിലോ ജൂൾ പെർ മോൾ കിട്ടി. ഓക്കെ, ഇക്വേഷൻ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? എൻതാൽപി ഓഫ് ഫോർമേഷൻ ഈസ് ദ ഹീറ്റ് ഇവോൾവ്ഡ് ഓർ അബ്സോർബ്ഡ് വെൻ 1 gram ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ് from its element in their most stable state. എൻതാൽപി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഹീറ്റ് ഇവോൾവ്ഡ് ഓർ അബ്സോർബ്ഡ് ആണ് എപ്പം 1 gram ഓഫ് എ സബ്സ്റ്റൻസ് അതിന്റെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റിലെ എലമെന്റിൽ നിന്ന് ഫോം ചെയ്യുമ്പോൾ ഉള്ളതിനെയാണ് നമ്മൾ എൻതാൽപി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. തെറ്റാണ് അല്ലെ? തെറ്റായിട്ടുള്ള കണ്ടീഷൻ ആണ്. എൻതാൽപി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോള് സബ്സ്റ്റൻസ് അതിന്റെ എലമെന്റിൽ നിന്നല്ല അല്ലെ, അല്ലാതെ അതിന്റെ എന്താ പറയാ 1 mole ഓഫ് സബ്സ്റ്റൻസ് മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റിലെ എലമെന്റിൽ നിന്ന് ഫോം ചെയ്യുമ്പോൾ ഇവോൾവ് ചെയ്യുന്ന ഹീറ്റ് അല്ല എൻതാൽപി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? 1 mole ഓഫ് H പ്ലസ് ആൻഡ് 1 mole ഓഫ് OH മൈനസ് റിയാക്ട് ചെയ്യുകയാണ്. ആ സമയത്ത് 57.1 kg ഓഫ് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? നമുക്കറിയില്ല ആ സമയത്ത് ഇവോൾവ് ചെയ്യുന്നത് പ്രൊഡക്റ്റിന്റെയും
ഓക്കെ, അപ്പൊ 1 മോൾ ഓഫ് H പ്ലസും 1 മോൾ ഓഫ് OH മൈനസും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 57.1 kg ഓഫ് എനർജിയാണ് അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി തേർഡ് ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഇൻ ദ തെർമോകെമിക്കൽ ഇക്വേഷൻ ഗ്രാഫൈറ്റും ഓക്സിജനും കമ്പൈൻ ചെയ്ത് CO2 ആയിട്ട് മാറുന്നുണ്ട്. അവിടെയുള്ള എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ -394 കിലോ ജൂൾ ആണ്. ഇവിടെ ഡെൽറ്റ FH0 എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CO2 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ട്രൂ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6th ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഈഥെയ്ൻ. ഈഥെയ്ന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ നടന്ന റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ഗ്രാഫൈറ്റും ഓക്സിജനും ചേർന്ന് CO2 ആയി മാറി. അവിടെയുള്ള എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ -394 കിലോ ജൂൾ പെർ മോൾ ആണ്. H2 ആ ഫോട്ടും ചേർന്ന് H2 ആയിട്ട് മാറി. അവിടെയുള്ള ഡെൽറ്റ FH0 എന്ന് പറയുന്നത് -286 കിലോ ജൂൾ പെർ മോൾ ആണ്. ദെൻ C2H6 7/2 O2 ആയിട്ട് കംപ്ലൈൻ ചെയ്ത് 2CO2 + 3H2 ആയിട്ട് മാറുന്ന റിയാക്ഷന്റെ സമയത്തുള്ള എൻതാൽപ്പി ഓഫ് റിയാക്ഷന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ഈഥെയ്ന്റെ ഫോർമേഷന്റെ സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. നമുക്ക് തന്നേക്കുന്ന റിയാക്ഷൻസ് ഇത്രയൊക്കെയാണ്. ഇനി ഈഥെയ്ൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? 2 ഗ്രാഫൈറ്റും 3H2 ചേർന്നിട്ടാണ് C2H6 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സമയത്തുള്ള എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് തന്നേക്കുന്ന ഇക്വേഷനിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഇക്വേഷൻ 1നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് 2 ഗ്രാഫൈറ്റ് കിട്ടത്തുള്ളൂ. ഇക്വേഷൻ 2നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് 3H2 കിട്ടത്തുള്ളൂ. ഓക്കെ, എന്നിട്ട് ആ 2 ഇക്വേഷൻ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് ഇക്വേഷൻ 1നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ 2 ഗ്രാഫൈറ്റ് കിട്ടി. ഈ ഇക്വേഷനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത 3H2 കിട്ടി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റിയാക്ഷൻസിൽ അതായത് ഫസ്റ്റ് റിയാക്ടന്റിന്റെ ആ ഒരു സെക്ഷൻ ക്ലിയർ ആയി കിട്ടും. ഓക്കെ, നമ്മൾ അത് ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ 1നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇക്വേഷൻ 1നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2C + 2O2 gives 2CO2 എന്ന് കിട്ടി. ഇതിന്റെ വാല്യൂ 2 × -394 കിലോ ജൂൾ കിട്ടി. ഇതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3H2 + 3/2 O2 gives 3H2O എന്ന് കിട്ടി. ഇതിന്റെ വാല്യൂ 3 × -286 കിലോ ജൂൾ പെർ മോൾ കിട്ടി. എന്നിട്ട് ആ രണ്ടും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 2C + 3H2 + 7/2 O2 gives 2CO2 + 3H2O എന്ന് കിട്ടി. അതിന്റെ ഡെൽറ്റ RH വാല്യൂ -1656 കിലോ ജൂൾ പെർ മോൾ കിട്ടി. ഓക്കെ, ഇവിടെ ഇനി എന്ത് ചെയ്യണം? നമുക്ക് തേർഡ് ഇക്വേഷൻ ഇല്ലേ, നമ്മുടെ ഈ തേർഡ് ഇക്വേഷൻ C2H6 വരുന്ന ഇക്വേഷനിൽ നിന്ന് ആ ഇക്വേഷന് ഈ ഫിഫ്ത്ത് നമുക്ക് കിട്ടിയേക്കുന്ന ഈ ഫിഫ്ത്ത് ഇക്വേഷനിൽ നിന്ന് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 2C + 3H2 gives C2H6 എന്ന് കിട്ടി. അവിടെ ഡെൽറ്റ HFന്റെ വാല്യൂ, ഇതിന്റെ വാല്യൂ -1656 ആണ് അല്ലെ. അതാണ് അതിൽ നിന്ന് തേർഡ് ഇക്വേഷന്റെ വാല്യൂ എന്താണ്? -1560 ആണ്. മൈനസ് ചെയ്യുമ്പോൾ -96 കിലോ ജൂൾ. അതായത് നമ്മൾ ഇവിടെ മൈനസ് ചെയ്യുന്ന പോലെ ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന്റെ വാല്യൂ കിട്ടി. അപ്പൊ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഈഥെയ്ൻ എന്ന് പറയുന്നത് -96 കിലോ ജൂൾ പെർ മോൾ കിട്ടി. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് വേണ്ട ഇക്വേഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതി. ആ ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇക്വേഷന് 2 വെച്ചിട്ടും സെക്കൻഡ് ഇക്വേഷന് 3 വെച്ചും മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ആ 2 ഇക്വേഷനും കൂടെ ആഡ് ചെയ്തു. ആ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചെയ്ത ഫംഗ്ഷൻസ് തന്നെ ഇവിടെയും ചെയ്യണം അല്ലെ. ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ കറക്റ്റ് കിട്ടിയ റിസൾട്ടന്റ് ഇക്വേഷന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷന്റെ വാല്യൂ കിട്ടി. എന്നിട്ട് ആ ഇക്വേഷനിൽ നിന്ന് ഈ മൂന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്തു. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഗിവൺ ഇക്വേഷൻ കിട്ടും. അതിന്റെ കൂടെ തന്നെ എൻതാൽപ്പി ഓഫ് ഫോർമേഷനും കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഡെൽറ്റ RH ഫോർ ദ റിയാക്ഷൻ. നമുക്ക് തന്നേക്കുന്ന റിയാക്ഷന്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. തന്നേക്കുന്ന റിയാക്ഷൻ Cl2 + 2HF gives 2HCl + F2 ആണ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡാറ്റ അനുസരിച്ച് ഡെൽറ്റ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് HCl എന്ന് പറയുന്നത് -92.5 ആണ്. HF എന്ന് പറയുന്നത് -269 കിലോ ജൂൾ പെർ ആണ്. ഓക്കെ, അപ്പൊ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട് അനുസരിച്ച് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ
എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് HCl രണ്ടെണ്ണം ഉണ്ട് അല്ലെ, 2 HCl ഉണ്ട്. അപ്പൊ 2 ഇൻറ്റു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് HCl പ്ലസ് 1 ഇൻറ്റു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് F2 മൈനസ്, അതായത് അതിൽ നിന്ന് റിയാക്ടന്റിൽ നിന്ന് മൈനസ് ചെയ്തു, പ്രൊഡക്റ്റിൽ നിന്ന് റിയാക്ടന്റിൽ നിന്ന് മൈനസ് ചെയ്തു, മൈനസ് 2 ഇൻറ്റു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് HF അല്ലെ, HF ഒന്ന് അല്ല രണ്ടെണ്ണം, 2 ഇൻറ്റു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് HF പ്ലസ് 1 ഇൻറ്റു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ക്ലോറിൻ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 2 ഇൻറ്റു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് H0 എന്ന് പറയുന്നത് മൈനസ് 92.5 ആണ്, പ്ലസ് എന്താണ് F2ൻ്റെത് 0 ആണ്. ഓക്കെ, മൈനസ് 2 ഇൻറ്റു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് HFൻ്റെത് മൈനസ് 269 ആണ്, പ്ലസ് 0 ഇസ് ഈക്വൽ ടു 353 കിലോജൂൾ യൂണിറ്റ്. അതായത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ എൻതാൽപ്പി ഓഫ് റിയാക്ഷന് കിട്ടും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നമ്മുടെ 9th ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ചാപ്റ്ററിൽ നിന്ന് മാക്സിമം ന്യൂമറിക്കൽസ് ആയിരിക്കും ചോദിക്കുന്നത്. നമുക്ക് ഇനി നോക്കാനുള്ളത് നമ്മുടെ 12ാമത്തെ ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ദ അയോണിക് ഇക്വിലിബ്രിയം. അയോണിക് ഇക്വിലിബ്രിയത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്? ഇലക്ട്രോലൈറ്റ് അല്ലെ, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ അക്വ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അത് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർ ഇലക്ട്രോലൈറ്റുകൾ എന്ന് വിളിക്കാറുണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഉണ്ട്, വീക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ബേസസ് ആൻഡ് ആസിഡ് കൺസെപ്റ്റുകളാണ്. അരീനിയസ്, അതുപോലെ ബ്രോൺസൺ ആൻഡ് ലൗറി, ലൂയിസ് കൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് pH ആണ് അല്ലെ, ഒരു സൊല്യൂഷന്റെ pHന്റെ വാല്യൂ. ആസിഡ് ആണെങ്കിൽ pHന്റെ വാല്യൂ ലെസ് ദാൻ 7 ആയിരിക്കും, ബേസ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും, പ്യുവർ വാട്ടറിന്റെ pHന്റെ വാല്യൂ 7 ആയിരിക്കും. ഇനി ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ എമൗണ്ട് ഒരു സൊല്യൂഷനകത്തേക്ക് ചെറിയ എമൗണ്ട് ഓഫ് ആസിഡോ ബേസോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ pHന്റെ വാല്യൂ, pH ഓഫ് ദ ബഫർ എന്ന് പറയുന്ന കോമ്പോസിഷനെ, അതായത് ആ ചേഞ്ച് ഇൻ pH അവിടെ നടക്കുന്നില്ല, ആ pHന്റെ വാല്യൂ സെയിം തന്നെയാണെങ്കിൽ ആ സൊല്യൂഷൻ നമ്മൾ ബഫർ സൊല്യൂഷൻ എന്നാണ് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ബഫർ സൊല്യൂഷൻ എന്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ, പിന്നെ നമ്മുടെ സോളിബിലിറ്റി കോൺസ്റ്റന്റുകൾ KSP ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളാണ്. ഹെയ്സൻബർഗ് അതുപോലെ തന്നെ ഹെൻസൺ ഹൈസൽബാച്ച് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും പോർഷൻസിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോകുന്നത് calculate the degree of ionization of NH4OH in 0.001 molar solution at 25 degrees Celsius. Ionization constant of NH4OH എന്ന് പറയുന്നത് 1.8 × 10⁻⁻⁴ മോൾ ആണ് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി ഓഫ് അയോണൈസേഷൻ കണ്ടുപിടിക്കാനാണ്. ഡിഗ്രി ഓഫ് അയോണൈസേഷന്റെ ഇക്വേഷൻ √K/C ആണ്. കെയുടെ വാല്യൂ എന്താണ്? അയോണൈസേഷൻ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് അല്ലെ, 1.8 × 10⁻⁵ ആണ് തന്നിട്ടുണ്ട്. സിയുടെ വാല്യൂ എത്രയാണ് തന്നിട്ടുള്ളത്? 0.0 മോളാർ കോൺസ്റ്റന്റ്, മോളാർ എത്ര മോളാർ ഉണ്ടെന്നാണ് തന്നിട്ടുള്ളത്, 0.001 ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് അയോണൈസേഷന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു ബ്രോൺസ്റ്റൺ-ലൗറി ഓർ ബ്രോൺസ്റ്റൺ-ലൗറി ബേസ്. ബ്രോൺസ്റ്റൺ-ലൗറി ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും തന്നേക്കുന്നത് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. HCl ഉണ്ട്, NH3 ഉണ്ട്, H3O ഉണ്ട്, Cn- ഉണ്ട്. ഇതിലെ ആസിഡ് എന്ന് പറയുന്നത് HCl ആസിഡ് ആണ് അല്ലെ, അതുപോലെ തന്നെ H3O പ്ലസും ആസിഡ് ആണ്. NH3 ആൻഡ് Cn ആണ് ബേസസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ട് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ and percentage dissociation of acetic acid in its 0.1 molar solution. Given that K-യുടെ വാല്യൂ തന്നിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ അസറ്റിക് ആസിഡിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും പെർസെന്റേജ് ഡിസോസിയേഷനും ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഡിഗ്രി ഇതിന്റെ ആൽഫയുടെ വാല്യൂ നമുക്കറിയാം അല്ലെ, അയോണൈസേഷൻ ഡിഗ്രി ഓഫ് അയോണൈസേഷന്റെ വാല്യൂ അറിയാം, √K/C ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ആൽഫയുടെ വാല്യൂ, ഡിഗ്രി ഓഫ് അയോണൈസേഷൻ കിട്ടി. ഇനി പെർസെന്റേജ് ഡിസോസിയേഷന്റെ ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ആസിഡ് ഇൻ ദ ഡിസോസിയേറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഇൻ ദ ആസിഡ് ആണ് അല്ലെ. അപ്പൊ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ഈസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻറ്റു 100 ആണ്. ഓക്കെ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷന്റെ വാല്യൂ എത്രയാണ്? ആൽഫയുടെ വാല്യൂ 0.0134 ആണ്. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി?
എത്രയാണ് പെർസെൻറ്റേജ് ഡിസോസിയേഷൻ എന്ന് കിട്ടി. ഓക്കെ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഡിസോസിയേഷൻ കിട്ടി. ഡിഗ്രി ഓഫ് ഡിസോസിയേഷന്റെ വാല്യൂ ആൽഫ ഈക്വൽ ടു √Ka/c ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ? വിച്ച് ആർ ദ ഫാക്ടർ അപ്പോൺ വിച്ച് ഡിപ്പെൻഡ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് അയോൺ ദാറ്റ് ഡിസോസിയേറ്റ് അറ്റ് ഗിവൺ ടെമ്പറേച്ചർ. ഗിവൺ ടെമ്പറേച്ചറിൽ ഡിസോസിയേറ്റ് ചെയ്യുന്ന ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് അയോൺസിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് ഡയലൂഷൻ, അതുപോലെ ടെമ്പറേച്ചർ, നേച്ചർ ഓഫ് ദ സോൾവെന്റ്, കോമ്പോസിഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്, ഇത്രയും ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് നമ്മുടെ 5th ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ pH ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് അമോണിയം ക്ലോറൈഡ് ബഫർ സൊല്യൂഷൻ ദാറ്റ് 0.1 മോളാർ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് 0.01 മോളാർ ഇൻ അമോണിയം ക്ലോറൈഡ്. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് pH വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അമോണിയം ഹൈഡ്രോക്സൈഡിന്റെയും അമോണിയം ബഫർ ക്ലോറൈഡ് ബഫർ സൊല്യൂഷന്റെയും pH വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ബേസ് 0.1 മോളാർ ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ അമോണിയം ക്ലോറൈഡ് ബഫർ സൊല്യൂഷൻ്റെത് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.1 മോളാർ ആണ് തന്നിട്ടുണ്ട്. അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ 0.01 മോളാർ ആണ് തന്നിട്ടുണ്ട്. ഇവിടെ ബേസ് ഏതാണ്? അമോണിയം ക്ലോറൈഡ് ബഫർ സൊല്യൂഷൻ ആണ്. അതിന്റെ വാല്യൂ 0.1 മോളാർ ആണ്. സാൾട്ടിന്റെ വാല്യൂ, സാൾട്ട് ഏതാണ്? അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ്. അതിന്റെ വാല്യൂ 0.01 ആണ്. PKB വാല്യൂ 9.25 ആണെന്ന് തന്നിട്ടുണ്ട്. എൻസർബർഗ് ഇക്വേഷൻ അനുസരിച്ച് POH എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ PKB പ്ലസ് ലോഗ് സാൾട്ട് ബൈ ബേസ് ആണ് അല്ലെ. PKB പ്ലസ് ലോഗ് സാൾട്ട് ബൈ ബേസ് ആണ്. PKBയുടെ വാല്യൂ എത്രയാണ്? 9.25 ആണ്. പ്ലസ് ലോഗ് സാൾട്ട് 0.01 ഡിവൈഡഡ് ബൈ 0.1 ആണ്. ബേസ് ഇസ് ഈക്വൽ ടു 9.25 പ്ലസ് ലോഗ് 0.1 കിട്ടി. ഇസ് ഈക്വൽ ടു 9.25 മൈനസ് 1 ഇസ് ഈക്വൽ ടു 8.25 എന്ന് കിട്ടും. ഇതാണ് അതിന്റെ pHന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ സോൾട്ടും ബേസും തന്നു കഴിഞ്ഞാല്, സോൾട്ടിന്റെ ബേസിന്റെയും കോൺസെൻട്രേഷൻ വാല്യൂ തന്നു കഴിഞ്ഞാൽ pH എങ്ങനെ കണ്ടുപിടിക്കാം? PKB പ്ലസ് ലോഗ് സോൾട്ട് ഡിവൈഡഡ് ബൈ ബേസ് ആണ്. ഓക്കെ, 6th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ബഫർ സൊല്യൂഷൻ ആൻഡ് വാട്ട് ഈസ് Enser-Hazelbach ഇക്വേഷൻ ഫോർ ദ ബഫർ സൊല്യൂഷൻ? ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇസ് എ സൊല്യൂഷൻ ദാറ്റ് വൺ റെസിസ്റ്റ് ദ ചേഞ്ചിങ് pH ഓൺ ആഡിങ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസ്. അതിലേക്ക് ചെറിയ എമൗണ്ട് ആസിഡോ ബേസോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചേഞ്ചിങ് pHനെ റെസിസ്റ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, pHന്റെ ഇക്വേഷൻ അതായത് Enser-Hazelbach ഇക്വേഷൻ അനുസരിച്ച് pHന്റെ വാല്യൂ എന്ന് പറയുന്നത് pKa മൈനസ് ലോഗ് ആസിഡ് ബൈ സാൾട്ടോ അല്ലെങ്കിൽ pKa പ്ലസ് ലോഗ് സാൾട്ട് ബൈ ആസിഡോ ആയിരിക്കും. അല്ലെങ്കിൽ ബേസിന്റെ ടേമിലാണ് പറയുന്നതെങ്കിൽ PKB പ്ലസ് ലോഗ് സോൾട്ട് ബൈ ബേസ് ആയിരിക്കും. വേറെ ആയാലും ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഇന്ന് ഡിസ്കസ് ചെയ്തു? നമ്മുടെ 12th ചാപ്റ്റർ നോക്കി, അതുപോലെ തന്നെ 9th ചാപ്റ്റർ, 7th ചാപ്റ്റർ, ഈ 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ കെമിസ്ട്രിയുടെ നെക്സ്റ്റ് കുറച്ച് ചാപ്റ്റേഴ്സ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിന്റെ ക്ലാസ് ആയിട്ട് നമുക്ക് പിന്നീട് കണ്ടുമുട്ടാം. തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ്സോട് സ്റ്റോപ്പ് ചെയ്യാം. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.